ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കില്ലാത്ത ഒരു സാധനം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് അല്ല. ഞാനിത് ചുമ്മാ ഞാൻ വരയ്ക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പടം ഞാൻ ഇതിനകത്തോട്ട് വരച്ചെടുക്കാൻ പോകുന്നു. അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനം, പണ്ട് കാലമൊക്കെ ആൾക്കാർ പടം അല്ലാതെ വേറെ കുറേ സാധനത്തിന് ട്രേസൊക്കെ ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു. കാർബൺ പേപ്പറാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഇത് എനിക്കൊരു അങ്കിൾ തന്നെയാണ്, ഞാൻ പുതിയത് എടുക്കും. ഇത് നമ്മൾ ഈ കാർബൺ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അമർത്തി കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട പടം എടുത്ത് ഞാനിപ്പോൾ ഈ പെണ്ണിനെ വരയ്ക്കാൻ പോവാണ്. പെണ്ണിനെ എന്നിട്ട് അതിന് വേണ്ടി അവിടെ വെച്ചിട്ട് ഇതാ പതുക്കതാ ഇങ്ങനെ വെച്ച് പതുക്കെ മുടിയൊക്കെ വരച്ച് ഇങ്ങനെ കൊടുത്തിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതേപോലെ സൂപ്പർ സ്റ്റാർ കണ്ടൻ, അദ്ദേഹത്തിന്റെ ചെയ്ത പേരായി. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? ബുദ്ധിമാനെന്ന് ചോദിച്ചത് ആർക്കിമെഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണ്, അതോ ഭരത് ഗോപിയെ പോലെ ഒരു കലാകാരനെയാണ്? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണ്. അതല്ല, സായിബാബയെ പോലെ വലിയ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയത് 8,36,333 മുടി കഴിഞ്ഞു. സംശയം നോക്കാം. മേഡം ഫ്രണ്ടിൽ തന്നെ നോക്കൂ, മേഡം ബാക്കിൽ തന്നെ നോക്കൂ. ഇപ്പം നമ്മൾ വരച്ചെടുത്തു. ഇപ്പം നമ്മൾ ഈ പേപ്പർ മാറ്റിയിട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കാം. ഇങ്ങനെ കിട്ടി. എനിക്ക് കൈൻ്റെ ഇച്ചിരി ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ട് നോക്കാം. ഹെയറെല്ലാം ഒന്ന് കളർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭംഗി ചെയ്യാമല്ലോ. ഇതാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അത് വെച്ചു. ഇനി നമുക്ക് വേറൊരു സാധനം വരക്കാം. ഇനി നമുക്ക് ഇതാണ്ട് ഈ ഫേസ് വരക്കാം. അതൊരു മധുരം കേട്ടോ, അല്ലെ നമുക്കിനി വേറെ പടം എടുക്കാം. നമുക്ക് ഇവിടെ ഒരു പെൺകുട്ടിയുടെ പേര് എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ വേറൊരു വീഡിയോയിലിടാം. ഈ കുട്ടിക്ക് നമുക്ക് വേറൊരു പേരിടാം. ഇതിപ്പോൾ ഏത് പേരിടും? ലൈക്ക് ഇച്ചിരി ക്യൂട്ട് പേരിടും. ഇടാമല്ലോ. ഇവരുടെ കുട്ടീന്ന് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല. നമ്മളിതാ കളക്ട് ചെയ്യണം. വി വേണം ഗൈസ്. നമുക്ക് വി ഇല്ല ഇതിൽ. ഗൈസ് വി ഉണ്ട്, വി എ ഇല്ല ഗൈസ്. ഇപ്പൊ ബെവൂന്ന് കൊടുക്കാം. അയ്യോ, വി എന്ത് ഇവിടെ പോയി ഗൈസ്? വി ഇല്ല, യു ഉണ്ട്. വി ഉണ്ടായിരുന്നു ഗൈസ്. വി ഇവിടെ പോയി? തെറിച്ചു പോയി. വി തെറിച്ചു പോയി. വി ഇല്ല.
റെന ഫാത്തിമ എന്ന് എഴുതാം. എഴുതി ഫസ്റ്റ് റെന വേറെ റെന അല്ലാതെ വേറൊരു പേര് എനിക്ക് കിട്ടി. വേറൊരു പേര് നമുക്ക് നോക്കാം. ആ പേര് മതി. റെന വേണ്ട ഗൈസ്. ആ പേര് നിങ്ങൾക്ക് ഇച്ചിരി സസ്പെൻസ് ആണ്. അതിന് വേണ്ടി നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ആ മുഖത്തിൻ്റെ ചായ ഒന്ന് മാറ്റണം. മുഖത്തിൻ്റെ ചായ ഒന്ന് ഞാൻ മാറ്റുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ മുഖത്തിൻ്റെ ചായ മാറ്റണം. നമ്മൾ പതുക്കെ ഒട്ടിച്ച് കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പേര് കൊടുക്കാം. ജി. ഓക്കെ, ഇപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു കാര്യം എടുക്കുന്നുണ്ട്. സോ നമ്മളിതാ എടുത്തു, വറുത്തെടുത്തു. നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. സോ നമുക്കിനി അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് നോക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്റെ കാര്യത്തിൽ ക്ഷമ കാണിച്ചേ പറ്റൂ. എങ്കിൽ ക്ഷമ എന്ന വാക്ക് മാഡത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്തിട്ടെ ഈ ചക്രവർത്തി കിരീടമായിരിക്കും. എനിക്ക് വേണം. പേര് ജിസേലാണ്. സോ നമ്മൾ എഴുതാ.